ഹൈക്കോടതി ആർട്ടിക്കിൾ 214 മുതൽ 231 വരെ. ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതിയെ പറ്റി പരാമർശിക്കുന്നത്. 214 മുതൽ 231 വരെ. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഹൈക്കോടതികളാണ്. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഹൈക്കോടതികളാണ്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നത് 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. 1861 ഹൈക്കോർട്ട് നിയമം അനുസരിച്ച് ആദ്യ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1862. 1861 ഹൈക്കോർട്ട് നിയമം അനുസരിച്ച് ആദ്യ ഹൈക്കോടതി നിലവിൽ വന്ന വർഷം 1862. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയി ലോർഡ് എൽജിനാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമാകുമ്പോൾ വൈസ്രോയി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരോടും ഉപദേശം ചോദിക്കുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിനായിട്ട് രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും അതാത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരോടും ഉപദേശം ചോദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതി അതാത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരോട് ഉപദേശം ചോദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിനായിട്ട് രാഷ്ട്രപതി അതാത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോട് ഉപദേശം ചോദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്, അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. ഗവർണർ ഇല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കുന്ന അതേ രീതിയിൽ തന്നെ തന്നെയാണ് ഹൈക്കോടതി ജഡ്ജിമാരെയും നീക്കം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് പ്രസിഡന്റാണ്, രാഷ്ട്രപതി. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ: മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ. സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. ഇതൊക്കെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ. ഇനി ഹൈക്കോടതിയുടെ ചുമതലകൾ: കീഴ്ക്കോടതിയിൽ നിന്നുള്ള അപ്പീലുകൾ കേൾക്കുന്നു. സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു. കീഴ്ക്കോടതികളുടെ മേൽനോട്ടം നിയന്ത്രണ ചുമതലകൾ ഇതൊക്കെ വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. സുപ്രീം കോടതി മറ്റ് ഹൈക്കോടതികൾ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും ഹൈക്കോടതിയിലെ സ്ഥിര ജഡ്ജിമാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആവില്ല. അത് അനുച്ഛേദം 220 പറയുന്നത്. സുപ്രീം കോടതി മറ്റ് ഹൈക്കോടതികൾ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും ഹൈക്കോടതിയിലെ സ്ഥിര ജഡ്ജിമാർക്ക് പ്രാക്ടീസ് ചെയ്യാനാവില്ല. അനുച്ഛേദം 220 പറയുന്നത്. സുപ്രീം കോടതി മറ്റ് ഹൈക്കോടതികൾ ഒഴികെയുള്ള ഇന്ത്യയിലെ മറ്റൊരു കോടതിയിലും ഹൈക്കോടതിയിലെ സ്ഥിര ജഡ്ജിമാർക്ക് പ്രാക്ടീസ് ചെയ്യാനാവില്ല. ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ ഒഴികെയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അതാത് സംസ്ഥാനങ്ങളിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് നൽകുന്നത്.
ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ ഒഴികെയുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അതാത് സംസ്ഥാനങ്ങളിലെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് നൽകുന്നത്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് നൽകുന്നത്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരുടെ പെൻഷൻ ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് നൽകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹാബാദ് ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹാബാദ് ഹൈക്കോടതി. ഏറ്റവും കുറവ് ചോദിച്ചാൽ സിക്കിം ഹൈക്കോടതിയാണ്. ഏറ്റവും കുറച്ച് ജഡ്ജിമാരുള്ള ഹൈക്കോടതി സിക്കിം ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ എത്ര സംസ്ഥാനങ്ങളാണുള്ളത്? 4 സംസ്ഥാനങ്ങളാണ്. 4 സംസ്ഥാനങ്ങളാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ളത്. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളാണ് ഇപ്പോൾ ഉള്ളത്? 25 ഹൈക്കോടതികളാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിൽ 25 ഹൈക്കോടതികളാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ 25ാമത്തെ ഹൈക്കോടതി നിലവിൽ വന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 25ാമത്തെ ഹൈക്കോടതി ഇന്ത്യയിൽ നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ് 2019 ജനുവരി 1-ന്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം അമരാവതിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം അമരാവതിയാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് സി പ്രവീൺ കുമാർ. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സി പ്രവീൺ കുമാർ. അനുച്ഛേദം 214 പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 214 ഓരോ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോടതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 215 ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് സൂചിപ്പിക്കുന്നു. ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് സൂചിപ്പിക്കുന്നതാണ് 215. ഇനി 216 ചീഫ് ജസ്റ്റിസും പ്രസിഡന്റ് സമയാസമയം നിശ്ചയിക്കുന്ന എണ്ണം ജഡ്ജിമാരും അടങ്ങുന്നതാണ് ഹൈക്കോടതി. അനുച്ഛേദം 216 പറയുന്നതാണ് ചീഫ് ജസ്റ്റിസും പ്രസിഡന്റ് സമയാസമയം നിശ്ചയിക്കുന്ന എണ്ണം ജഡ്ജിമാരും അടങ്ങുന്നതാണ് ഹൈക്കോടതി. അനുച്ഛേദം 217 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ നിയമനം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർ ഇവരുടെയൊക്കെ നിയമനം 217 പറയുന്നത്. 217 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർ ഇവരുടെയൊക്കെ നിയമനം. ഇനി ശമ്പളത്തിൻ്റെ കാര്യം. ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളത്തിനെ പറ്റി പറയുന്നത് അനുച്ഛേദം 221 അനുച്ഛേദം 221 ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം പറയുന്നത്. അനുച്ഛേദം 222 പ്രസിഡന്റിന് ഒരു ഹൈക്കോടതി ജഡ്ജിയെ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരം. 222 അനുച്ഛേദം 222 പ്രസിഡന്റിന് ഒരു ഹൈക്കോടതി ജഡ്ജിയെ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുണ്ട്. 223 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമം. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനമാണ് 223. 231 രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതു ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചാണ് 231 വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. 1862 ജൂലൈ 1-നാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോടതി കൽക്കട്ട ഹൈക്കോടതി 1862 ജൂലൈ 1-നാണ് അത് സ്ഥാപിച്ചത്. 1862 നിലവിൽ വന്ന മറ്റ് ഹൈക്കോടതികളാണ് മദ്രാസും ബോംബെ. അപ്പോൾ കൽക്കട്ടയ്ക്ക് പുറമെ മദ്രാസ്, ബോംബെ ഇതൊക്കെ 1862 നിലവിൽ വന്ന മറ്റ് ഹൈക്കോടതികളാണ്. ആൻഡമാൻ നിക്കോബാർ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? കൽക്കട്ട ഹൈക്കോടതിയുടെ പരിധിയിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണെന്ന് ചോദിച്ചാൽ കൽക്കട്ട ഹൈക്കോടതിയുടെ പരിധിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതിയാണ് പശ്ചിമ ബംഗാളിലെ മാൽഡ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതിയാണ് പശ്ചിമ ബംഗാളിലെ മാൽഡ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യാനായി ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ചത് കൽക്കട്ട ഹൈക്കോടതിയാണ് 1996.
കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 നവംബർ 1-നാണ്. 1956 നവംബർ 1-നാണ് കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. കേരള ഹൈക്കോടതിൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. എറണാകുളത്താണ് കേരള ഹൈക്കോടതിൻ്റെ ആസ്ഥാനം. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ.ടി. കോശിയാണ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് കെ.ടി. കോശി. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയാണ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയാണ് സുജാത മനോഹർ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിതയാണ് കെ ഉഷ. അപ്പോൾ കേരള ഹൈക്കോടതിൻ്റെ ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയാണ്, ഇത് ലാംഗ്വേജാന്ന് പറയുന്നില്ല, സുജാത മനോഹർ. പക്ഷേ മലയാളി വനിത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ഉഷ. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്ന ചാണ്ടി. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ ചാൻസലറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് അതിൻ്റെ ചാൻസലറാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയെ നിലവിലെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എസ് മണികുമാർ. ജസ്റ്റിസ് എസ് മണികുമാറാണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. ജില്ലകളിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ജില്ലാ കോടതികളാണ്. ജില്ലയിലുണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ജില്ലാ കോടതികളാണ്. ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കീഴ്ക്കോടതികൾ. അപ്പോൾ കീഴ്ക്കോടതികൾ എന്ന് പറയുമ്പോൾ ജില്ലാ കോടതികളുണ്ടാവും, സബ് കോടതികളുണ്ടാവും, മുനിസിപ്പൽ കോടതികളുണ്ടാവും, മജിസ്ട്രേറ്റ് കോടതികളുണ്ടാവും. ഇതൊക്കെ കൂടി ചേരുന്നതാണ് കീഴ്ക്കോടതികൾ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. താലൂക്ക് തലത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. താലൂക്ക് തലത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന സിവിൽ കോടതിയാണ് ജില്ലാ കോടതി. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന സിവിൽ കോടതിയാണ് ജില്ലാ കോടതി. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതിയാണ് ജില്ലാ ആൻഡ് സെഷൻ കോടതി. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതിയാണ് ജില്ലാ ആൻഡ് സെഷൻസ് കോടതി. ജില്ലാ ആൻഡ് സെഷൻസ് കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുനിസിപ്പൽ കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെയുള്ള കോടതിയാണ് മുനിസിപ്പൽ കോടതി. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. അഡ്വക്കേറ്റായി 7 വർഷം പ്രതിപരിചയമുള്ള ആളെ ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ആയി 7 വർഷം പ്രവൃത്തി പരിചയമുള്ള ആളെ ജില്ലാ ജഡ്ജിയെ നിയമിക്കുന്നത് ഗവർണറാണ്.